ചിങ്കാൻമിയുടെ ഇന്നത്തെ വീഡിയോയിലെ നല്ല ഹെൽത്തിയും ടേസ്റ്റും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതും വെറും ഇഡലിയല്ല, റാഗി കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത് കേട്ടാ. അപ്പൊ ഇതിനായിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനൊന്ന് വെള്ളത്തിലൊക്കെ കഴുകി ക്ലീൻ ആക്കി ഒരു 4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാട്ടാ. എന്നിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു 1/2 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് റവയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചോറ് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വെള്ളം ഇവിടെ ആദ്യം നമ്മളൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 250 ml കപ്പിലാണ് കേട്ടോ. അതൊഴിച്ചിട്ട് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ളതൊക്കെ അതിലേക്കും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ ആകെ നമ്മളിവിടെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് കിട്ടും. ഇനി ഇതിനുണ്ടല്ലോ അടച്ചു വെച്ചിട്ട് ഒരു 10 മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ ദേ 10 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡലി മാവ് ദേ നല്ലോണം പൊന്തി നല്ല അടിപൊളിയായിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഇഡലി തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തവി കൊണ്ട് ഒരു തവി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ട് ഇനി ഇതേ രണ്ടാമത്തെ തട്ടിലും കൂടി നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 2 തട്ടും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ ഒരു തട്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 7 to 10 മിനിറ്റ്സ് നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഇഡലി ഇവിടെ അടിപൊളിയായിട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ റാഗി ഇഡലി നോക്കിയേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ അതേ തൊട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ അതേ ഇത് ഞാൻ ഇവിടെ നിന്ന് ഇതേപോലെ ഒരു തവി വെച്ചിട്ടൊന്ന് എടുത്തു മാറ്റാണ്. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ റാഗി ആണെങ്കിൽ നല്ലൊരു എല്ലാത്തിനും ഗുണകരമായിട്ടുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ഇതേപോലെയുള്ള റെസിപ്പികൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ.